എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പം നമുക്ക് ഇന്ന് കൊടുക്കാനായിട്ട് പശുക്കളും എരുമയും കുട്ടിയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പശുക്കളെ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു പശുവാണ് കേട്ടോ. ഇവൾ പ്രസവിച്ചിട്ട് ഇന്നത്തേക്ക് 10 ദിവസം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇവൾക്കുള്ളത് മൂരിൻകുട്ടിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് കുട്ടിക്ക് വിട്ട് കൊടുത്തിട്ട് നമുക്ക് 7 ലിറ്ററോളം കറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. 4 കാമ്പും പക്കയാണ്, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. കറക്കാനായാലും ചവിട്ടേ കുത്ത് യാതൊരു വിധ ബഹളങ്ങളും ഇല്ല കേട്ടോ. വെള്ളം കുടിക്കാനായാലും പുല്ല് തിന്നാനായാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ലൊരു പശു തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പുതിയതായിട്ടൊരു എരുമ വന്നിട്ടുണ്ട്. അവളുടെ കുട്ടിയാണിത്, എരുമക്കുട്ടിയാണ്. നല്ലൊരു മോളാണ്, നന്നായിട്ട് വെള്ളം കുടിക്കും, പുല്ല് തിന്നൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല അവളെ നോക്കാനായിട്ട്. നമുക്ക് സുഖമായിട്ട് ഏത് തീറ്റ ഇട്ട് കൊടുത്താലും അവൾ വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു എരുമക്കുട്ടിയാണ്. അപ്പോൾ ഇവളും നന്നായിട്ട് വെള്ളം കുടിക്കും, പുല്ല് തിന്നും, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ കിങ്ങിണിമോളുടെ അമ്മേനെ കൊടുത്തു കേട്ടോ. ഞാൻ തന്നെ അറിഞ്ഞില്ല കേട്ടോ കൊണ്ടുപോയ കാര്യം. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനൊരു ദിവസം രാവിലെ എണീച്ച് നോക്കിയപ്പോൾ അവളുടെ അമ്മേനെ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതാ അവളുടെ അമ്മേനെയും കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ള പശുക്കൾ. അപ്പോൾ ഇതാണ് അവളുടെ കുട്ടി കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ആരോഗ്യത്തിലായാലും വലിയ പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ലൊരു മോനാണ് കേട്ടോ. ഇപ്പം നമ്മൾ കെട്ടിയിട്ടതെന്ന് വെച്ചാൽ അവൻ നല്ല ഓടിയിട്ട് പോയിട്ട് ബാക്കിൽ കൂടെ പോയിട്ട് പാല് കുടിക്കാൻ പോവുക. അപ്പോൾ പിന്നെ നമ്മളതിനെ ഒന്ന് കെട്ടിയിട്ടതാട്ടോ കുറച്ച് നേരം. അല്ല വെച്ചെങ്കിൽ പാല് കുടിച്ചിട്ട് വല്ല ദഹനക്കേട് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം കുഞ്ഞു കുട്ടികളല്ലേ, ദഹനക്കേട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഗുളികയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഡോക്ടർമാരൊക്കെ വന്ന് ഇഞ്ചക്ഷൻ അടിക്കുക വെച്ചെങ്കിൽ പിന്നെ അവരുടെ കാര്യം പിന്നെ നോക്കണ്ട, ആ ഒരു സ്ഥിതിയിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ പരമാവധി കുട്ടികൾക്ക് അമിതമായിട്ടുള്ള പാലൊക്കെ കൊടുക്കൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം വല്ല ദഹനക്കേടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ. നമ്മുടെ മക്കൾക്കായാലും അങ്ങനെയല്ലേ. അപ്പോൾ വെറുതെ ഈ ഗുളികകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടായി മാറും. നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നന്നായിട്ട് ഓടി കളിപ്പിക്കാൻ വിടുക. പാല് കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അഴിച്ച് വിടുക കേട്ടോ കുട്ടികളെ. അപ്പോൾ അവർ നന്നായി ഓടിയൊക്കെ കളിച്ച് ദഹനക്കേടൊന്നും വരാത്ത രീതിയിലായി മാറിക്കോളൂ കേട്ടോ. പിന്നെ എല്ലാവരും വിരയുടെ ഗുളിക കറക്റ്റ് സമയത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മക്കൾ നല്ല ആരോഗ്യവതികളായിട്ട് മാറിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ഇതാണ് കേട്ടോ നമ്മുടെ എരുമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവൾക്ക് 4 കാമ്പും ഓക്കെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ലൊരു മോളാണ് കേട്ടോ. കാരണം ചില എരുമകളൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനായിട്ട് ഒരാഴ്ചയൊക്കെ പിടിക്കാറുണ്ട്. പക്ഷേ ഇവള് നല്ല സുന്ദരി കുട്ടിയായിട്ട് കറക്റ്റായിട്ട് എന്ത് തീറ്റയാണോ നമ്മുടെ വീട്ടിലുള്ളത് ആ തീറ്റ ഒക്കെ ഇട്ട് കൊടുത്തിട്ടും വെള്ളം കുടിച്ചു കേട്ടോ. നമ്മൾ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ കൂട്ടി കൊണ്ടുവരുള്ളൂ. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് തീറ്റ കൊടുക്കാറില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള പുതിയതായിട്ടുള്ള എരുമ. നല്ലൊരു മോളാണ്, 4 കാമ്പും ഓക്കെയാണ്, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഒരു പരിചയക്കുറവ് യാതൊരുവിധ ബഹളങ്ങളും ഇല്ലാത്ത നല്ലൊരു എരുമയാണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു അരക്കറവ പശുവാണ്. ഇവളെന്നെ ആയാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു മോളാണ് കേട്ടോ. വലിയ പശു എന്നൊന്നും പറയാനില്ല, ഒരു ഇടത്തരം പശു, നല്ല മേനിയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു പശുവാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. 4 കാമ്പും ഓക്കെയാണ്, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത നല്ലൊരു മോളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളത് ഈ ഒരു പശുവാണ്. ഇപ്പോൾ പ്രസവിച്ചിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. 4 കാമ്പും ഓക്കെയാണ്, ഒരു തടിപ്പോ ബഹളമോ ഒന്നുമില്ലാത്ത നല്ലൊരു മോളാണ് കേട്ടോ. 4 കാമ്പ് നമുക്ക് കറക്കാനായാലും ടൈറ്റോ ഒന്നുമില്ല, പെട്ടെന്ന് കറന്നെടുക്കാൻ പറ്റുന്ന നല്ലൊരു മോള് തന്നെയാണ് കേട്ടോ. പുൽച്ചേര പശു എന്ന് എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര് പറയുന്നത് ആൾക്കാർ. എനിക്ക് കറക്റ്റായിട്ട് അതിനെ അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയണേ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ നമുക്ക് പുതുതായിട്ട് വിൽക്കാനായിട്ട് വന്നിട്ടുള്ളത്. 2 പശുക്കളും ഒരു എരുമയും, എരുമയുടെ ഒരു കുട്ടിയും പിന്നെ ഒരു എരുമക്കുട്ടിയാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത്രയും പേരാണ് നമുക്ക് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പശുക്കൾക്കൊക്കെ നല്ല ടൈറ്റാണ് കേട്ടോ. എവിടെയും പശുക്കളെന്നൊന്നും കിട്ടാനില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലായാലും പശുക്കളൊക്കെ വരൽ വളരെ കുറവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലായിടത്തും തൊഴുത്ത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് കാണാനുള്ളത്. കാരണം ആർക്കും ലാഭമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ തൊഴുത്തൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ
നമുക്ക് പണിയെടുക്കാനും നമുക്കത് നോക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ഒന്നും നഷ്ടത്തിലേക്ക് ആവില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു തോന്നൽ. നമ്മൾ ഒരുപാട് പേരെ പണിക്കൊക്കെ നിർത്തി പിന്നെ ഒരുപാട് എന്താ പറയുക ഈ തൊഴുത്ത് പണിക്കായാലും ഓരോന്ന് വാങ്ങിച്ച് കൂട്ടിയിട്ടും കുറേ പൈസയൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്ക് അവസാനം അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് കേട്ടോ. എത്രയോ സാധാരണക്കാരാണ് പശുക്കളെ വാങ്ങിച്ച് മക്കളുടെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതും അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളായാലും അങ്ങനെയാണല്ലോ, കുറേശ്ശെ പൈസ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആരും എക്സ്പെൻസ് ചെയ്യണ്ട. കാരണം നമുക്ക് തൊഴുത്താണ്, നമുക്ക് കന്നാലികളെ നല്ല രീതിയിൽ നോക്കുക, അത്രയും മതി. ഒരുപാട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പണ്ടത്തെ തൊഴുത്തിലുള്ളവരും അവർക്ക് പറ്റാവുന്ന രീതിയിലാണ് തൊഴുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്കും കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.